ചെറുകുന്ന് പട്ടുവം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കാവിൻമുനമ്പ് പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് വിജിൻ MLA അറിയിച്ചു. തളിപ്പറമ്പ് മേഖലയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്നതിനൊപ്പം വിനോദസഞ്ചാര വാണിജ്യ മേഖലകളിലും വലിയ കുതിച്ചുചാട്ടത്തിനാണ് പുതിയ പാലം വഴിയൊരുക്കുന്നത്. നാടിന്റെ വികസന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കാവിൻമുനമ്പ് പാലത്തിന്റെ പ്രവൃത്തികൾക്ക് തുടക്കമാവുകയാണ്. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന സർക്കാർ കിഫ്ബി വഴി 91 കോടി രൂപയാണ് ഈ വമ്പൻ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. ആധുനികമായ പൈൽ ഫൗണ്ടേഷനിൽ നിർമ്മിക്കുന്ന ഈ പാലത്തിന് 1395 മീറ്റർ നീളവും 11 മീറ്റർ വീതിയും ഉണ്ടാവും. അപ്രോച്ച് റോഡുകൾക്കായുള്ള സ്ഥലമേറ്റെടുപ്പ് നേരത്തെ തന്നെ പൂർത്തിയായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ആദ്യഘട്ടത്തിൽ 57 കോടി രൂപയാണ് കാവിൻമുനമ്പിന് അനുവദിച്ചത്. പിന്നീട് അതിൻ്റെ വിശദമായ എസ്റ്റിമേറ്റും അതിൻ്റെ അലൈൻമെൻറ്റും ഒക്കെ പൂർത്തീകരിച്ച് ഇന്നിപ്പോൾ പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് എത്തുമ്പോൾ 91 കോടി രൂപ, കാരണം നമുക്കതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വന്നില്ല. 91 കോടി രൂപയ്ക്കാണ് കാവിൻമുനമ്പ് പാലം ഇപ്പോൾ യാഥാർത്ഥ്യമാകാൻ വേണ്ടി പോകുന്നത്. പട്ടുവത്തെയും ചെറുകുന്നിനെയും ബന്ധിപ്പിക്കുന്ന പാലം 1.3 കിലോമീറ്ററാണ്. കേരളത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ നിർവഹിക്കുന്ന പാലങ്ങളിൽ ഏറ്റവും വലിയ പാലങ്ങളിൽ ഒന്നായി ഈ പാലം മാറും. പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പട്ടുവം തളിപ്പറമ്പ് ഭാഗത്തുള്ളവർക്ക് പഴയങ്ങാടി കണ്ണപുരം റെയിൽവേ സ്റ്റേഷനുകളിലേക്കും KSTP റോഡുകളിലേക്കും എളുപ്പത്തിലെത്താം. അതുപോലെ ചെറുകുന്ന് മാട്ടൂൽ ഭാഗത്തുള്ളവർക്കും തളിപ്പറമ്പിലേക്കുള്ള യാത്ര ഏറെ സുഗമമാകും. വിജിൻ MLAയുടെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികളുടെ സജീവ ഇടപെടലിലൂടെയാണ് ഈ വികസന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ MLAയോടൊപ്പം പട്ടുവം പഞ്ചായത്ത് പ്രസിഡന്റ് PK ദിവാകരൻ, T ലത, TV പ്രേമൻ, UV വേണു എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.